ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് റോസ് സിറമാണ്. ഈ റോസ് സിറം നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റൻ ചെയ്ത് നല്ല ഗ്ലോ ആക്കി വെക്കാനും അതുപോലെ നല്ല ക്ലിയർ ആൻഡ് യങ് ആക്കി വെക്കാൻ സഹായിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസ് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു അടിപൊളി റോസ് സിറമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നൈറ്റ് ടൈമിൽ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് യൂസ് ചെയ്ത് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് നമുക്ക് അനുഭവപ്പെടും. ഏതുതരം സ്കിന്നുകാർക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിറമാണ്. ഈ റോസ് സിറം നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി വെക്കാൻ സഹായിക്കും. ഇതുപോലെ ഡോട്ടായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സർക്കുലർ മോഷനിൽ ഒരു 1 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ റോസ് സിറം റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ഈ ചാനലും വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ കുട്ടി ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ റോസ് സിറം റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിയ കുറച്ച് റോസ് പെറ്റൽസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള റോസ് പെറ്റൽസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ റോസ് പെറ്റൽസ് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ബോയിൽ ചെയ്ത മിൽക്കാണ് എടുത്തിരിക്കുന്നത്. റോ മിൽക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ റോസ് പെറ്റൽസ് പേസ്റ്റ് ആകാൻ ആവശ്യമായ അത്രയും പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3-4 സ്പൂണോളം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്നും നമുക്ക് ആ ജ്യൂസ് മാത്രമായിട്ടൊന്ന് വേർതിരിച്ചെടുക്കാം. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു ബൗളിലേക്ക് അലോവേര ജെല്ലാണ് എടുക്കേണ്ടത്. ഇതിൽ നിന്നും ഒരു 2 സ്പൂണോളം അലോവേര ജെല്ല് നമുക്ക് ഈ ബൗളിലേക്ക് എടുക്കാം. വീട്ടിൽ തന്നെയുള്ള പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റോസ് സിറത്തിന് ഇത്രയും തിക്നെസ് കിട്ടത്തില്ല. ഈ എടുത്തു വെച്ചിട്ടുള്ള അലോവേര ജെല്ലിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള റോസ് പെറ്റൽസിൻ്റെ ജ്യൂസിൽ നിന്നും ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാലൻസ് ഉള്ള ആ റോസ് പെറ്റൽസിൻ്റെ ജ്യൂസ് കുറേശ്ശെയായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കുറേശ്ശെയായിട്ട് ആ റോസ് പെറ്റൽസിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് 1 സ്പൂൺ ഗ്ലിസറിനോ തേനോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. ഈ റോസ് സിറം ഒരു 1 മന്ത് വരെ നമുക്ക് ചീത്തയാവാതെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നല്ല ബ്രൈറ്റനിങ് ആക്കി നല്ല സ്മൂത്ത് ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി റോസ് സിറമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.